Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechanics of machinery. Today's topic is Freudenstein equation. Freudenstein equation is an analytical method used for synthesis kinematic mechanism. In many question paper they were asked for any type of analytical method, and this is one type of analytical method for kinematic synthesis. And another method of kinematic synthesis using analytical way is complex method. First of all, we must know what is Freudenstein equation and how to solve it, how to derive the equation for Freudenstein equation. For deriving Freudenstein equation, first of all we must consider a 4-bar mechanism ABCD. You can see the mechanism with link length A, B, C, D, and A is small letter A, B, C, D are the link lengths. So we need to consider link angles as input angle as theta, coupler angle as beta, and output angle as phi. These are the prime reference for deriving Freudenstein equation. So we are connecting these links in a forward way, that is small a will be acting from A to B and small b will be acting from B to C, and small c will acting from C to D, and D will be acting from D to A. So this is the method we are choosing for deriving Freudenstein equation. നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ എ നമ്മൾ എ എന്ന് ബിയിലേക്കും ബി എന്നുള്ളത് ബി എന്ന് സിയിലേക്കും സി എന്നുള്ളത് സി എന്ന് ഡിയിലേക്കും ഡി എന്നുള്ളത് ഡി എന്ന് എയിലേക്കുമാണ് എടുക്കുന്നത്. ലിങ്ക് ലെങ്ത് ആണ് സ്മോൾ ലെറ്റേഴ്സിൽ എ ബി സി ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ ഡയമെൻഷൻസും. അപ്പോൾ നമ്മളിപ്പം റൈറ്റ് സൈഡിലെ ഫിഗറിലേക്ക് നോക്കുക. സ്മോൾ എൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ഡിറൈവ് അതിൻ്റെ ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആൻഡ് vertical component. The horizontal component of link AB or small letter A will be A cos theta, and that will be acting towards right side, and the vertical component will be acting towards top, and the value will be A sin theta. And similarly for the link BC or small letter B, the horizontal component will be B cos beta, and that will be acting towards right, and vertical component B sin beta, that will also act from bottom to top. നമ്മളിപ്പം 4 ലിങ്ക് ലെങ്ത് എടുത്തത് അതിൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കമ്പോണൻസ് കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ സ്മോൾ ലെറ്റർ എ ആണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വരിക ഇവിടെ തീറ്റ ആയതുകൊണ്ട് എ കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണൻറ്റ് എ സൈൻ തീറ്റയാണ്. അതിൻ്റെ ഡയറക്ഷൻസ് കാണിച്ചിട്ടുണ്ട്, കാരണം എ എന്നുള്ളത് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എ കോസ് തീറ്റ ഇങ്ങോട്ടേക്കും അതേപോലെ തന്നെ എ സൈൻ തീറ്റ ടോപ്പിലേക്കുമാണ് ആക്ട് ചെയ്യുക. സ്മോൾ ലെറ്റർ ബി എടുത്തു കഴിഞ്ഞാൽ ബി കോസ് തീറ്റ എന്നുള്ളത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് റൈറ്റിലേക്കും ബി സൈൻ തീറ്റ എന്നുള്ള വെർട്ടിക്കൽ കമ്പോണൻറ്റ് ടോപ്പിലേക്കുമാണ് ആക്ട് ചെയ്യുക. സിമിലർലി സി എടുത്തു കഴിഞ്ഞാൽ സി താഴോട്ടേക്കാണ് അതിൻ്റെ ആക്ടിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് സി കോസ് ഫൈ ആണ്, അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും. വെർട്ടിക്കൽ കമ്പോണൻറ്റ് സി സൈൻ ഫൈ ആണ്, അത് ടോപ്പിൽ നിന്ന് താഴോട്ടേക്കോ വരിക, കാരണം സീൻ്റെത് താഴോട്ടേക്ക് ഇങ്ങോട്ടേക്കാണ് അതിൻ്റെ ആക്ട് ചെയ്യുന്നത്. ഡി എന്നുള്ളത് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്, അതിന് വേറൊരു വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെയും ഡിറ്റർമിനേഷൻ ഇല്ല, കൂടാണ്ട് ഇതൊരു ഫിക്സഡ് ലിങ്കും കൂടിയാണ്. സോ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വിൽ ബി സ്മോൾ ഡി. പിന്നെ Freudenstein ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഇക്വലിബ്രിയം കണ്ടീഷൻ, അഥവാ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കണം, അതുപോലെ സിഗ്മ എഫ് വൈ ഷുഡ് ബി 0. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൊറിസോണ്ടൽ കമ്പോണൻസ് എടുത്തു കഴിഞ്ഞാൽ റൈറ്റിലേക്കുള്ളത് പോസിറ്റീവും ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവും എടുത്തു കഴിഞ്ഞാൽ റൈറ്റിലേക്കുള്ളത് ഒന്ന് എ കോസ് തീറ്റയാണ്, എ കോസ് തീറ്റ പ്ലസ് ബി കോസ് ബീറ്റ, ഇത് ലെഫ്റ്റിലേക്കാണ്, അതുകൊണ്ട് മൈനസ് സി കോസ് ഫൈ മൈനസ് സ്മോൾ ലെറ്റർ ഡി വിൽ ബി 0 എന്ന് നമുക്ക് കിട്ടും. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എ കോസ് തീറ്റ പ്ലസ് ബി കോസ് ബീറ്റ
minus c cos phi minus d equal to 0, and that can be expressed as equation number 1. Similarly, vertical component sigma y should be 0 ആയിരിക്കണം. sigma y should be 0 ആവാൻ വേണ്ടിയിട്ട് ടോപ്പിലേക്ക് പോകുന്ന കമ്പോണൻസ് നമുക്ക് പോസിറ്റീവും തിരിച്ച് താഴോട്ടേക്ക് വരുന്നത് നെഗറ്റീവും എടുക്കാം. ഇപ്പോൾ ടോപ്പിലേക്ക് പോകുന്നതാണ് എ സൈൻ തീറ്റ പ്ലസ് ബി സൈൻ ബീറ്റ മൈനസ് സി സൈൻ ഫൈ. ഡിക്ക് വെർട്ടിക്കൽ കമ്പോണൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഈ 3 കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓർ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് ഇക്വേഷൻ നമ്പർ 2, that is sigma fy equal to a sin theta plus b sin beta minus c sin phi equal to 0. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ബി കോസ് ബീറ്റ ആൻഡ് ബി സൈൻ ബീറ്റ എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്കും ബാക്കിയുള്ളത് ഇക്വേഷൻ റൈറ്റ് സൈഡിലേക്കും എടുക്കുകയാണ്, മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 വിൽ ബിക്കം ബി കോസ് ബീറ്റ ഈക്വൽ ടു സി cos phi minus d plus d minus a sin theta എന്ന് വരും. ഇതാണ് നമ്മളെ ഇക്വേഷൻ നമ്പർ 1 മാറുക. അന്നേരം അതിനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ ബോത്ത് സൈഡ് നമ്മൾ സ്ക്വയറിങ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ്, ഒരു ഡെറിവേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റാണ്. അതുകൊണ്ട് ഈ ഫോർമാറ്റ് മനസ്സിലുണ്ടാവണം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ബി കോസ് ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി കോസ് ഫൈ പ്ലസ് ഡി മൈനസ് എ കോസ് തീറ്റ സ്ക്വയർ വരും. ഇതിൻ്റെ ഓരോ കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അഥവാ സ്ക്വയറിങ് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ വിൽ ബി സി സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് ടി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2cd കോസ് ഫൈ മൈനസ് 2ac കോസ് ഫൈ കോസ് തീറ്റ മൈനസ് 2ad കോസ് തീറ്റ. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം. സിമിലർലി ഇക്വേഷൻ നമ്പർ 2ന് ബി സൈൻ ബീറ്റ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ മാറുന്നത് സി സൈൻ ഫൈ മൈനസ് എ സൈൻ തീറ്റ എന്നായിരിക്കും. അതിൻ്റെ സ്ക്വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ബി സൈൻ ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സൈൻ ഫൈ മൈനസ് എ സൈൻ തീറ്റ സ്ക്വയറിന് വരും. അതിന് സ്ക്വയറിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ വാല്യൂ വിൽ ബി സി സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2ac സൈൻ തീറ്റ സൈൻ ഫൈ സൈൻ തീറ്റ. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ്. ഇപ്പം നിങ്ങൾക്ക് ഇക്വേഷൻ നമ്പർ 3ഉം 4ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലത് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പോൾ ഇങ്ങനെ എഴുതാം. ബി സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2cd കോസ് ഫൈ മൈനസ് 2ac കോസ് ഫൈ കോസ് തീറ്റ പ്ലസ് സൈൻ ഫൈ സൈൻ തീറ്റ മൈനസ് 2ad കോസ് തീറ്റ എന്ന് കിട്ടും. ഇത്രയാണ് നമ്മളുടെ ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ ബി സ്ക്വയർ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. റൈറ്റ് സൈഡിലാണെങ്കിൽ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് അങ്ങനെ പോകും. അത് നമ്മൾ മാറ്റി എഴുതിയിട്ടുണ്ട്. നോക്കുക, ഫൈനൽ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2cd കോസ് ഫൈ മൈനസ് 2ac ഇൻറ്റു കോസ് ഫൈ കോസ് തീറ്റ പ്ലസ് സൈൻ ഫൈ സൈൻ തീറ്റ മൈനസ് 2ad കോസ് തീറ്റ. ഈ ഒരു ടേമാണിപ്പോൾ നമുക്ക് വലുതായിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഫ്രീഡൻഷ്യൽ ഇക്വേഷൻ്റെ ബേസിക്കായിട്ട് വരുന്നൊരു ടേം. ഇതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്, ബാക്കിയെല്ലാം തന്നെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം ഓട്ടോമാറ്റിക്കലി 2ac കോസ് ഫൈ കോസ് തീറ്റ പ്ലസ് സൈൻ ഫൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി എന്നുള്ള റൈറ്റ് സൈഡിലേക്ക് പോകും. നമ്മളൊരു ഫോർമാറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ABCD എന്നുള്ള ഫോർമാറ്റിലേക്ക് ആക്കുവാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് 2cd കോസ് ഫൈ മൈനസ് 2ad കോസ് തീറ്റ എന്ന് കിട്ടും. നമുക്കിനി ഈ 2ac റൈറ്റ് സൈഡിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ
a square plus minus b square plus c square plus d square by 2ac plus d by a cos phi minus d by c cos theta എന്ന് കിട്ടും. അതുപോലെ നമുക്ക് ഓൾറെഡി ഈ കോസ് ഫൈ കോസ് തീറ്റ പ്ലസ് സൈൻ ഫൈ സൈൻ തീറ്റ എന്നുള്ളതിനൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്. അതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അഥവാ നമുക്ക് ഇതിനെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടു. ഈ റൈറ്റ് സൈഡിലുള്ള ഓരോ ടേമിനെയും നമുക്ക് K1 K2 K3 എന്നുള്ള വിധത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഡി ബൈ എ അഥവാ ഈ രണ്ടാമത്തെ ടേം ഡി ബൈ എ എന്നുള്ളത് നമുക്ക് K1 കൊടുക്കാം. ഈ ടേമിന് ഡി ബൈ സി എന്നുള്ളതിന് K2 എന്ന് കൊടുക്കാം. അതുപോലെ ഈ മൊത്തത്തിലുള്ള ഈ ടേമിന് K3 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഇതിനെ നമുക്കൊന്നും കൂടി മാറ്റി എഴുതാം. കോസ് ഫൈ കോസ് തീറ്റ പ്ലസ് സൈൻ ഫൈ സൈൻ തീറ്റ ഈക്വൽ ടു K1 കോസ് ഫൈ മൈനസ് K2 കോസ് തീറ്റ പ്ലസ് K3. അതേപോലെ കോസ് ഫൈ കോസ് തീറ്റ പ്ലസ് സൈൻ ഫൈ സൈൻ തീറ്റ എന്നുള്ളതിന് മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് കോസ് തീറ്റ മൈനസ് ഫൈ. കോസ് തീറ്റ മൈനസ് ഫൈ ഈക്വൽ ടു K1 കോസ് ഫൈ മൈനസ് K2 കോസ് തീറ്റ പ്ലസ് K3 എന്ന് കിട്ടുന്നതാണ് നമ്മളുടെ ഫ്രീഡൻസ്റ്റീൻ ഇക്വേഷൻ എന്നറിയപ്പെടുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻസ് മനസ്സിലുണ്ടാവണം. നമുക്കൊന്ന് ബേസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇതായിട്ട് നമ്മളുടെ ഫിഗർ, അതിൻ്റെ അകത്ത് കിട്ടുന്ന 3 പ്രിസിഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രീഡൻസ്റ്റീൻ ഇക്വേഷൻ. നമ്മൾ നേരത്തെ പ്രിസിഷൻ പോയിൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 3 പ്രിസിഷൻ പോയിൻറ്റ്സിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് നമുക്ക് 3 ഇക്വേഷൻസ് ഫോം ചെയ്യാം. എല്ലാത്തിനും തന്നെ θ1 ഉം φ1 ഉം കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. കോസ് θ1 മൈനസ് φ1 ഈസ് ഈക്വൽ ടു K1 കോസ് φ1 മൈനസ് K2 കോസ് θ1 പ്ലസ് K3 കിട്ടും. സെക്കൻഡ് കോസ് θ2 മൈനസ് കോസ് φ2 ഈക്വൽ ടു K1 കോസ് φ2 മൈനസ് K2 കോസ് φ2 പ്ലസ് K3. കോസ് θ3 മൈനസ് φ3 ഈസ് ഈക്വൽ ടു K1 കോസ് φ3 മൈനസ് K2 കോസ് θ3 പ്ലസ് K3 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ 3 പ്രിസിഷൻ പോയിൻറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ഫ്രീഡൻസ്റ്റീൻ ഇക്വേഷൻ വരാം. ഇനി 4 ആണെങ്കിൽ ഇതിൻ്റെ കൂടെ കോസ് θ4 മൈനസ് കോസ് φ4 ഈക്വൽ ടു എന്നുള്ള ഒരു ഇക്വേഷനും കൂടി നമുക്ക് കിട്ടും. K1 K2 K3 എന്താണെന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നേരത്തെ നമ്മൾ ഡെറൈവ് ചെയ്യുമ്പോൾ മാറ്റി എഴുതിയതാണ്, അഥവാ ഇക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു അനലിറ്റിക്കൽ മെത്തേഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ തന്നെ ഒരു പ്രിസിഷൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അതടക്കം വരുന്നതാണ് ടോട്ടൽ ഒരു അനലിറ്റിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഡിറ്റർമിൻ ദ പ്രൊപ്പോർഷൻസ് ഓഫ് 4-bar മെക്കാനിസം ബൈ യൂസിങ് 3 precision points to generate y is equal to x raised to 1.5, where x varies between 1 to 3, assuming theta s equal to 30, delta theta equal to 90 degree, phi s equal to 80 degree, delta phi equal to 85 degree, ഫിക്സഡ് ലിങ്കിൻ്റെ ലെങ്ത്ത് 25 mm. ഫിക്സഡ് ലിങ്ക് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ AD എന്നാണ്, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ d ഈസ് ഈക്വൽ ടു 25 നമുക്ക് ഇതിനകത്ത് എഴുതാം. ആദ്യം തന്നെ ഇതിൻ്റെ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ നോക്കാം. ഇതിൻ്റെ എക്സിൻ്റെ വേരിയേഷൻ കൊടുത്തിരിക്കുന്നത് 1 to 3 ആണ്. അതുകൊണ്ട് തന്നെ SX എന്ന് പറയുന്നത് 1ഉം XF എന്ന് പറയുന്നത് 3ഉം ആണ് കിട്ടുക. അതുപോലെ ലിങ്ക് ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ ലെറ്റർ d ഈക്വൽ ടു 25 കിട്ടും. പിന്നെ തീറ്റ എസ് ഈക്വൽ ടു 13 തന്നിട്ടുണ്ട്. ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, അഥവാ തീറ്റ എഫ് മൈനസ് തീറ്റ എസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീറ്റ എസ് തന്നതുകൊണ്ട് തീറ്റ എഫ് വിൽ ബി 120 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഫൈ എസ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് 80 ഡിഗ്രി. ഡെൽറ്റ ഫൈ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ എഫ് മൈനസ് ഫൈ എസ് ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 85 ഡിഗ്രി. അതുകൊണ്ട് തന്നെ ഇത് ഫൈ എഫ് ആണ്, എഴുതിയപ്പോൾ മാറിപ്പോയതാണ്, തീറ്റ അല്ല. ഫൈ എഫ് ഈക്വൽ ടു 165 ഡിഗ്രിയാണ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പ്രിസിഷൻ പോയിൻറ്റ്സ് ഉപയോഗിച്ച് എക്സിൻ്റെ 3 വാല്യൂസ് കണ്ടുപിടിക്കാം. അതിനുപയോഗിക്കുന്ന മെത്തേഡാണ് ഷെബിഷേവ് സ്പേസിംഗ്. ദ ഇക്വേഷൻ ഈസ് ഗിവൺ ആസ് xj ഈക്വൽ ടു 1/2 xf പ്ലസ് xs പ്ലസ് 1/2 xf മൈനസ് xx ഇൻറ്റു കോസ് പൈ ഇൻറ്റു 2j മൈനസ് 1/2n. അപ്പോൾ പൈ എപ്പോഴും
180 എന്നെടുക്കണം. കാരണം ഇതൊരു കോസ് ടേം ആണ്. പൈ എന്നുള്ളത് റാൻഡം ടൈം ആണ്. കോസിൻ്റെ ഉള്ളിൽ എടുക്കുന്ന സമയത്ത് പൈ വാല്യൂ ഷുഡ് ബി 180. സോ നമ്മൾ നേരത്തെ തന്നെ പ്രിസിഷൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെയിം മെത്തേഡ് ഉപയോഗിക്കുക. x1, x2, x3 കണ്ടുപിടിക്കാം. ഇതിൻ്റെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂസ് റൈറ്റ് സൈഡിൽ കിട്ടും. x1 = 1.134, x2 = 2, x3 = 2.866. സിമിലർലി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് വൈൻ്റെ വാല്യൂസ്. വൈൻ്റെ ഫംഗ്ഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. y = x raised to 1.5 ആണ്. അതുകൊണ്ട് തന്നെ y1 will be 1.207, y2 will be 2.828 and y3 is equal to 4.844. അന്നേരം സിമിലർലി നമുക്കിനി ആംഗിൾ ഡയമെൻഷൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആംഗിൾ റിലേഷൻസ് എടുക്കുക. അതിനുവേണ്ടി θ1, θ2, θ3യും φ1, φ2, φ3യും കണ്ടുപിടിക്കണം. എന്നാൽ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് θj = θs പ്ലസ് θf മൈനസ് θs ഡിവൈഡഡ് ബൈ xf മൈനസ് xs ഇൻറ്റു xj മൈനസ് xs. സിമിലർലി φj = 5s പ്ലസ് 5f മൈനസ് 5s ഡിവൈഡഡ് ബൈ yf മൈനസ് ys ഇൻറ്റു yj മൈനസ് ys എന്നും എഴുതാം. സിമിലർ ഇക്വേഷൻസ് ആണ്. ഒന്ന് ഇൻപുട്ട് ആംഗിൾസിനും മറ്റേത് ഔട്ട്പുട്ട് ആംഗിൾസിനുമാണ്. ഇപ്പോൾ ഇത് ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് yfഉം ysഉം കണ്ടുപിടിക്കാൻ ബാക്കിയുണ്ട് അത്ര. കാരണം നമ്മൾ y1 മുതൽ y3 വരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ys എന്നുള്ളത് xs raised to 1.7ഉം 1.5ഉം yf എന്നുള്ളത് xf raised to 1.5 ആണ് വരിക. അതിന് മുമ്പ് നമുക്ക് തീറ്റേൻ്റെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം. θs ബാക്കിയുള്ള എല്ലാം തന്നതുകൊണ്ട് തീറ്റേൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. θ1 = ഡയറക്റ്റ്ലി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അന്നേരം കിട്ടുന്നത് 36 ഡിഗ്രിയാണ്. θ2 = 75 കിട്ടും. θ3 = 114 കിട്ടും. ഇത്രയാണ് അതിൻ്റെ വാല്യൂസ്. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന വാല്യൂസ് എല്ലാം നോക്കുക. ഇതിനകത്ത് ആകെ വ്യത്യാസം വരുന്നത് θj എന്നുള്ള ഇത് xj എന്നുള്ള വാല്യൂ മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ എല്ലാത്തിനും കോമൺ ആണ്. അഥവാ θs = 30 ആണെന്ന് നമുക്കറിയാം. θf മൈനസ് θs അത് ആക്ച്വലി ഡെൽറ്റ തീറ്റയാണ്. വേണമെങ്കിൽ നമുക്കിത് ഡയറക്റ്റ്ലി ഡെൽറ്റ തീറ്റ അപ്ലൈ ചെയ്യാം 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ xf മൈനസ് xs എന്നുള്ളതാണ്. ഇത് 3 - 1 ഇത് വേണം നമുക്ക് ഡെൽറ്റ എക്സും ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇക്വേഷൻ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ysഉം yfഉം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നില്ല. ഡയറക്റ്റ്ലി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ys = 1ഉം yf = 5.2 കിട്ടും. സിമിലർലി ഈ രണ്ട് വാല്യൂസും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ഫൈൻ്റെ വാല്യൂസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. 1 = 5s എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രിയാണ്. പ്ലസ് 5f മൈനസ് 5s അല്ലെങ്കിൽ ഡെൽറ്റ 5 എന്ന് പറയുന്നത് 165 മൈനസ് 80 ദാറ്റ് = 85 ഡിഗ്രി ആയിരിക്കും. ഡിവൈഡഡ് ബൈ yf മൈനസ് ys ഇത് രണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5.2 - 1 ഇൻറ്റു y1 ആദ്യത്തെ 5 കണ്ടുപിടിക്കാൻ y1 എടുക്കുക. y1 ഉള്ളത് 1.207 മൈനസ് 1 = 84.2. സിമിലർലി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 5.2 = 117 വരും. 5.3 = 157.8 ഡിഗ്രി വരും. ഇനി നമുക്കിത് ഡയറക്റ്റ്ലി ഇപ്പം θ1, θ2, θ3 എന്നുള്ളതെല്ലാം കിട്ടി. 5.1, 5.2, 5.3 കിട്ടി. ഇത് രണ്ടും നമുക്ക് ഫ്രുഡൻസ്റ്റീൻ ഇക്വേഷനിൽ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് ലെങ്സ് കിട്ടും. ഇപ്പോൾ ഫ്രുഡൻസ്റ്റീൻ ഇക്വേഷൻസ് ആദ്യം എടുത്ത് എഴുതുവാണ്. അതിനകത്ത് ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഇക്വേഷനിൽ 5.1 എല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ cos 36 മൈനസ് 84 = k1 ഇൻറ്റു cos 84.2 മൈനസ് k2 ഇൻറ്റു cos 36 പ്ലസ് k3 എന്ന് കിട്ടും. അതൊന്ന് ഇക്വേഷൻ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വാല്യൂ വിൽ ബി 0.101 k1 മൈനസ് 0.809 k2 പ്ലസ് k3 = 0.667 എന്നാണ് കിട്ടുക. സിമിലർലി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 2 കിട്ടും. ദാറ്റ് ഈസ് മൈനസ് 0.454 k1 മൈനസ് 0.259 k2 പ്ലസ് k3 = 0.743 എന്ന് കിട്ടും. സിമിലർലി തേർഡ് ഇക്വേഷൻ അഥവാ
3യും 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ വിൽ ബി മൈനസ് 0.93 K1 പ്ലസ് 0.407 K2 പ്ലസ് K3 ഈക്വൽ ടു 0.722 എന്ന് കിട്ടും. ആൻഡ് നമുക്കിപ്പോൾ ഇക്വേഷൻ 1, 2, 3 നമുക്ക് ഇനി നൊട്ടേഷൻ ചെയ്യാം. ഇക്വേഷൻ 2ൻ്റെ അകത്തുനിന്ന് ഇക്വേഷൻ 3 മൈനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് K1 ഈക്വൽ ടു 0.044 പ്ലസ് 1.4 K2 എന്ന് കിട്ടും. അതെങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ 1 നിന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുക K1 ഈസ് ഈക്വൽ ടു മൈനസ് 0.136 പ്ലസ് K2 കിട്ടും. ഇപ്പോൾ K1 ആണ് രണ്ട് സൈഡിലും കിട്ടിയിരിക്കുന്നത്. രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും K1 ഈസ് ഈക്വൽ ടു മൈനസ് 0.586. ആ വാല്യൂ എടുത്തിട്ട് നമുക്കിപ്പം K1ൻ്റെ വാല്യൂ ഇപ്പം K2 നമുക്ക് ഇതിൻ്റെ ഒന്ന് ഡയറക്റ്റ്ലി കിട്ടും. കാരണം K1 തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ K2 കിട്ടും. K2 കിട്ടിക്കഴിഞ്ഞാൽ ആ K2ൻ്റെ വാല്യൂ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ K1 കിട്ടും. K1ഉം K2ഉം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ 1ലോ 2ലോ 3ലോ എവിടെയെങ്കിലും നമ്മൾ K1ഉം K2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ K3 നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ്ലി നമുക്ക് ഇക്വേഷൻ സോൾവിങ് കാൽക്കുലേറ്ററിലുണ്ട്. കാൽക്കുലേറ്ററിൽ ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ട്. 3 ഇക്വേഷൻ വിത്ത് 3 അൺനോൺസ്. അത് സോൾവ് ചെയ്താലും നമുക്ക് ഈ K1, K2, K3 എന്നുള്ളതിൻ്റെ വാല്യൂ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് ഇതാണ് ഇതിൻ്റെ K1, K2, K3 എന്നുള്ള വാല്യൂ. നമ്മളിനി ഇതിൻ്റെ ലിങ്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡാറ്റ D ഈസ് ഈക്വൽ ടു 25 mm എന്നാണ്. K1ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. K1 ഈസ് ഈക്വൽ ടു D/A ആണ്. D/A എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ K1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A എന്നുള്ളത് ലിങ്ക് ലെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുക 42.67 mm എന്നാണ്. K2 എന്നുള്ളത് D/C ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് C കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 55.5 mm ആണ്. ഡയറക്ഷൻസ് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ലെങ്ത് ആണ്. അതേപോലെ K3 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് B എന്നുള്ളത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 61.81 mm. ഞാൻ അത് വെച്ചിട്ടൊരു ചെറിയൊരു മെക്കാനിസം വരച്ചതാണ് ഇവിടെ കാണിക്കുന്നത്. 25, 42.67, 61.81 ആൻഡ് 55.5. ഇത് നമ്മൾ 3 ഇക്വേഷനിലും ചെയ്യണം. അഥവാ നമുക്ക് θ1, θ2, θ3 എന്നുള്ളൊരു ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ θ1ൻ്റെ, θ2ൻ്റെ, θ3ൻ്റെ എടുത്തിട്ട് ഈ ചിത്രം വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇത് 3 വരച്ചാൽ മാത്രമേ നമ്മളുടെ സിന്തസിസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു.